ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എഡിൻബറയിലാണ്. സ്കോട്ട്ലൻഡ് പാർലമെൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കിവിടെ ഫ്രീ എൻട്രി ആണ്. നമ്മൾ വന്ന് കയറുമ്പം ആദ്യം നമുക്കൊരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു നമുക്ക് നമ്മുടെ ബാഗും ജാക്കറ്റൊക്കെ ഊരി കൊടുക്കണം. അപ്പോൾ അവിടെ ഇതൊക്കെ ചെക്ക് ചെയ്യും. സോ നമുക്ക് ഓൾമോസ്റ്റ് നല്ല എയർപോർട്ടിലുള്ള പോലെ ഒരു ചെക്കിങ് പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ കൂടെ വരുവാണെങ്കിൽ ഇവിടെ ഒരു സ്കൾപ്ചർ കാണാം. ഇതെന്തിൻ്റെ സ്കൾപ്ചറാണെന്ന് വെച്ചാൽ ഗ്രാം സ്റ്റുവർട്ടിൻ്റെ ഒരു സ്കൾപ്ചറാണ്. സ്കൾപ്ചർ ബൈ ഗ്രാം സ്റ്റുവർട്ട്. അങ്ങനെ ഗ്രാം സ്റ്റുവർട്ട് ചെയ്ത സ്കൾപ്ചറാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വീൻ എലിസബത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങോട്ട് എനിക്ക് തോന്നുന്നു കഫേ ഏരിയാസാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കധികം പോകണ്ട. നമുക്കിനി ഇപ്പുറത്ത് എന്താ സംഭവം നോക്കാം. ഇവിടെ നമുക്കിതിൻ്റെ ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുള്ള കുറേ ബുക്സ് ഉണ്ട്. പാർലമെൻറ്റിനെ പറ്റി, യുവർ സ്കോട്ടിഷ് പാർലമെൻറ്റ്, പിന്നെന്താ യുവർ റെപ്രസെൻറ്റേറ്റീവ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനെ റിലേറ്റ് ചെയ്ത കുറേ ബുക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഫങ്ഷനിങ് ഒക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു മാപ്പിൻ്റെ പേപ്പർ എടുക്കാം. ഓക്കെ, ഇതൊരു മാപ്പാണ്. നമുക്ക് ഇപ്പം ഇതിനകത്തൂടെ പോകാൻ വേണ്ടിയിട്ട് ഈ മാപ്പ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഈ മാപ്പ് എടുക്കാം. ഒരു മാപ്പ് കയ്യിലെടുത്തിട്ട് പോവാം. അതായിരിക്കും ഹെൽപ്ഫുള്ളായിരിക്കും. ഇവിടെ നമുക്കിങ്ങനെ എന്താ പറയുക, ഇത് പറഞ്ഞു തരാനൊന്നും ആൾക്കാർ ഗൈഡ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെത്താൻ തപ്പിപ്പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കണ്ട പല ലാംഗ്വേജസിലുണ്ട്. ഫ്രഞ്ചിലുണ്ട്, ഡച്ച് ഉണ്ട്, ഇതാണെന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഉണ്ട്. ഇതൊക്കെ ഏത് ഭാഷയാണെന്ന് എനിക്കറിയില്ല. പല ഭാഷയിലുള്ള മാപ്പുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഏത് ഭാഷയാണ് കംഫർട്ടബിൾ അതിലുള്ള സാധനം നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പാർലമെൻറ്റ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് കയറി നോക്കാം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയിട്ടുള്ള മൊത്തത്തിലൊരു ഐഡിയ നമുക്കിത് വായിച്ചാൽ കിട്ടുമായിരിക്കും. സ്കോട്ടിഷ് പാർലമെൻറ്റ് പവേഴ്സ്. സോ there shall be a Scottish Parliament. Okay. You have ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, MSPs ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഓഡിയോ ഉണ്ട്, പക്ഷെ നമുക്കങ്ങനെ ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല.